ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മൈക്രോസോഫ്റ്റ് മെയിൽ ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ പോവുക, മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യാം. അതിൽ വരുന്ന ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ആവും. അതിൽ സൈൻ ഇൻ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ഉണ്ടാവും. രണ്ടാമത്തെ ഓപ്ഷൻ ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആവുക. ഇതിൽ വന്നിട്ട് യൂസ് യുവർ മൊബൈൽ നമ്പർ, രണ്ടാമത്തെ ഓപ്ഷൻ ഗെറ്റ് യുവർ ന്യൂ മെയിൽ ഐ ഡി എന്നുണ്ടാവും. രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾക്ക് OTP ഒന്നും വരില്ല. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു യൂസർ നെയിം ടൈപ്പ് ചെയ്യാം. നിങ്ങളുടെ ജിമെയിലൊക്കെ എങ്ങനെയാണോ അത് തന്നെയാണ് മൈക്രോസോഫ്റ്റിൻ്റെ മെയിൽ ഐ ഡിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട പേര് ടൈപ്പ് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്യാനൊരു ഓപ്ഷൻ വരും. കൺഫർമേഷൻ പാസ്വേഡ് ഒന്നുമില്ല, ഒരൊറ്റ ടൈപ്പ് ചെയ്യുന്ന പാസ്വേഡ് ഉള്ളത്. അതുകൊണ്ട് നോക്കി ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും കൊടുക്കുന്ന പാസ്വേഡ് ആണെങ്കിൽ അത്രയും നല്ലത്, എന്നാൽ മറക്കില്ല. ഷോ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അത്രേ ഉള്ളൂ. അതിൻ്റെ മുമ്പ് നിങ്ങൾക്കൊരു കൺഫർമേഷന് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ ചോദിക്കും. വലിയ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, കുറച്ച് പിക്ചേഴ്സൊക്കെ തന്നിട്ട് അതിൽ ഒരുപോലെയുള്ള ഐക്കൺസ് ഏതിലെങ്കിലും ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ പറയും. അത്രേ ഉള്ളൂ. ഇതിലിപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഒരു 6 പിക്ചേഴ്സ് ഒന്ന് കാണിക്കുക. നിങ്ങൾ തെറ്റായിട്ട് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ 8 പിക്ചേഴ്സ് വരും. അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഒരേപോലെയുള്ള അതിലെന്തെങ്കിലും ഒരേപോലെ ഉണ്ടെങ്കിൽ ആ പിക്ചർ മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ ഈ മെയിൽ ഐ ഡി നിങ്ങൾക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിമെയിൽ പോലെ തന്നെ ഇതിൻ്റെ മെയിൽ ഐ ഡി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുമാത്രമല്ല, ആപ്പ് സ്റ്റോറിൽ പോയിട്ട് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്, മൈക്രോസോഫ്റ്റിൻ്റെ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതിയാവും. അതല്ലാണ്ട് ജിമെയിൽ ഉപയോഗിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. മാത്രമല്ല, നിങ്ങൾ മൈക്രോസോഫ്റ്റിൻ്റെ ഏതെങ്കിലും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മെയിൽ ഐ ഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ കീ വന്നിട്ട് നിങ്ങൾക്ക് ഈ മെയിൽ ഐ ഡിയിലൂടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു വട്ടം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കീ വന്നിട്ട് നഷ്ടപ്പെട്ട് പോവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ മെയിൽ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസ് ആയാലും അതേപോലെ വിൻഡോസ് ആയാലും ഡൗൺലോഡ് ചെയ്ത് എടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ സൈൻ ഇൻ ചെയ്ത് വെക്കണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ നോ കൊടുക്കുകയാണ്. അതിനുശേഷം നിങ്ങളുടെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ടാണ് കാണുന്നത്. അതിൽ എന്തൊക്കെ രജിസ്റ്റർ ആയിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടോ എല്ലാം ഇതിൽ കാണിക്കും. അതിൽ റൈറ്റ് സൈഡ് കോർണറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത മെയിൽ ഐ ഡിയും കാണിക്കും. ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെയിൽ ഐ ഡിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത് ക്ലോസ് ചെയ്യാം. സൈനപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആപ്പ് സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് സൈൻ ഇൻ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ആപ്പ് സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുവരെയും സൈൻ ഇൻ ചെയ്തിട്ടില്ലെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങളോട് സൈൻ ഇൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലോട്ട് എൻ്റർ ആവുന്നതാണ്. അപ്പോൾ ആ മെയിൽ ഐ ഡിനെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും ഇവിടെ ടൈപ്പ് ചെയ്യാം. എന്നിട്ട് സൈൻ ഇൻ കൊടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻ ആയി. ഇത്ര പണിയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെയിൽ ഐ ഡി ഇവിടെ കാണാൻ പറ്റും. ഇതുപോലെ നിങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യാം. മൈക്രോസോഫ്റ്റ് ആപ്പ് സ്റ്റോർ യൂസ് ചെയ്യാത്തത് യൂസ് ചെയ്യുക. കാരണം ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ആപ്സ് ഉണ്ട് അതിൽ. അപ്പോൾ നിങ്ങളും സൈൻ ഇൻ ചെയ്യുക, യൂസ് ചെയ്യുക. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.